കല്ലറകൾ കഥ പറയുന്ന ഈസ്റ്റർ. കരുണാമയനായ കർത്താവ് കരങ്ങൾ നീട്ടി കഷ്ടതകൾ ഏറ്റുവാങ്ങി കാൽവറിയിൽ കുരിശേറി കല്ലറയിൽ അടക്കപ്പെട്ട് മരണത്തെ ജയിച്ചടക്കി കഷ്ടതയുടെ താഴ്വര താണ്ടി ക്രൈസ്തവ വിശ്വാസത്തിന്റെ കാതലായി കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തീയ വിഭാഗത്തിൽ തന്നെ ഈസ്റ്റർ ആഘോഷിക്കുന്നവരും ആചരിക്കുന്നവരുമുണ്ട്. എന്നാൽ ആഘോഷവും ആചാരങ്ങളും ഇല്ലാത്തവരുമുണ്ട്. ആഘോഷിക്കുന്നവരും ആചരിക്കാത്തവരും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സത്യം ആർക്കും നിഷേധിക്കാനാവാത്തതാണല്ലോ. എല്ലാവർക്കും എൻ്റെ ഈസ്റ്റർ ആശംസകൾ ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. ജൂൺ 22, 1983 വത്തിക്കാൻ പൗരയായ 15 വയസ്സുള്ള ഇമ്മാനുവേല ഒർലാൻഡി എന്ന പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ റോമിൽ നിന്ന് കാണാതായി. ഈ പെൺകുട്ടിയുടെ തിരോധാനം ഇറ്റലിയിൽ വളരെയധികം നടുക്കം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം 2019 ഒർലാൻഡിയുടെ കേസുമായി സംബന്ധിച്ച് ഒരു അജ്ഞാത സന്ദേശം ലഭിക്കുകയുണ്ടായി. ഈ സന്ദേശത്തിൽ ഇങ്ങനെ പറയുന്നു: ട്യൂട്ടോണിക് സെമിത്തേരിയിലെ ടോംബ് ഓഫ് ഏഞ്ചൽസ് അല്ലെങ്കിൽ മാലാഖമാരുടെ ശവകുടീരങ്ങൾ എന്നറിയപ്പെടുന്ന ശവകുടീരങ്ങളിൽ ഒന്നിൽ ഇമ്മാനുവേല ഒർലാൻഡിയുടെ ശരീരം അടക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. ഈ ശവകുടീരങ്ങൾ 1836 1840 മരിച്ച പ്രിൻസസ് സോഫിയയുടെയും പ്രിൻസസ് കാർലയുടെയും ശവകുടീരങ്ങളായിരുന്നു. ഇപ്പോൾ വളരെ പ്രശസ്തമായ ശവകുടീരങ്ങളാണ്. അങ്ങനെ 2019 ലഭിച്ച ഈ സന്ദേശത്തെ തുടർന്ന് ഇവരുടെ കല്ലറകൾ തുറക്കപ്പെട്ടു. ലക്ഷക്കണക്കിന് ആൾക്കാരും മീഡിയകളും തടിച്ചുകൂടി. ഈ കല്ലറ തുറന്നതോടെ വത്തിക്കാൻ ഒന്നടങ്കം ഞെട്ടി. ഇമ്മാനുവേലയുടെ ജഡം ഈ കല്ലറകളിൽ ഒന്നിലുമില്ലായിരുന്നു. അതുമാത്രമല്ലായിരുന്നു, ഈ കല്ലറകളിൽ അടക്കം ചെയ്യപ്പെട്ട പ്രിൻസസ്മാരുടെ ശരീരാവശിഷ്ടങ്ങൾ ഒന്നും അതിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. വെറും ശൂന്യമായ കല്ലറകളായിരുന്നു. ഞാൻ ഈ സംഭവം ഇവിടെ പറഞ്ഞത് 2019 തുറക്കപ്പെട്ട 2 ശൂന്യമായ കല്ലറകൾക്ക് വത്തിക്കാനെ ഞെട്ടിക്കാൻ കഴിഞ്ഞുവെങ്കിൽ, ഇറ്റലിയിൽ നടുക്കം സൃഷ്ടിക്കാൻ കഴിഞ്ഞുവെങ്കിൽ, ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് തുറക്കപ്പെട്ട ശൂന്യമായ ഒരു കല്ലറ ഈ ലോകത്തെ ഞെട്ടിച്ചു. അത് ഇന്നും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നു. അത് മറ്റാരുടെയുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെയാണ്. ഈ ഈസ്റ്റർ ദിനത്തിൽ കല്ലറകൾക്കും ചില കഥകൾ പറയാനുണ്ട്, ചില ചിന്തകൾ നൽകാനുണ്ട്. ലോക ചരിത്രത്തിൽ തുറക്കപ്പെടുന്ന എല്ലാ കല്ലറകൾ പിന്നീട് അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കല്ലറയൊഴികെ അനേക സത്യസന്ധരായ ദൈവദാസന്മാർക്ക് ആവേശം പകർന്ന് ഇന്നും ദൈവത്തിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ ഈ തുറന്ന കല്ലറ വലിയൊരു അടയാളമായി പ്രവർത്തിക്കുന്നു. ഞങ്ങൾക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന് പറഞ്ഞ് ദൈവത്തിനു വേണ്ടി ദാരിദ്ര്യത്തിലും കഷ്ടതയിലും തൻ്റെ മരണം മുന്നിൽ കണ്ട് സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തുന്ന സത്യസന്ധരായ സുവിശേഷ പ്രവർത്തകർക്ക് ശക്തമായി മുന്നോട്ട് പോകുവാനും ജീവൻ വെച്ച് ഓടുവാൻ ഈ കല്ലറ ഇന്നും ഒരു അത്ഭുതമായി പ്രവർത്തിക്കുന്നു. സാധാരണയായി യേശുവിൻ്റെ കല്ലറയുടെ പല ചിത്രങ്ങളും നമ്മൾ കാണുമ്പോൾ അതിൽ കൂടുതലും ഒരു തുറന്ന കല്ലറയും അതിൻ്റെ സൈഡിൽ വട്ടത്തിലുള്ള വലിയ കല്ല് മാറ്റി വെച്ചിരിക്കുന്നതും ആയിട്ടുള്ള ചിത്രങ്ങളാണ് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുള്ളത്. ഇങ്ങനെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് യേശുവിൻ്റെ കല്ലറ ഒരു ചിത്രകാരൻ വരച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുവാനിടയായി. വളരെ മനോഹരമായ ആ ചിത്രത്തിൽ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ആ കല്ലറ എന്നോട് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ചില ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഇവിടെ ഉണ്ടായ ചില ചോദ്യങ്ങളും സംഭാഷണങ്ങളുമാണ് ഞാൻ നിങ്ങളോടൊപ്പം ഇന്ന് പങ്കുവെക്കുന്നത്. ചിലർക്ക് എനിക്ക് എന്തെങ്കിലും കാര്യമായ കുഴപ്പമുണ്ടെന്ന് തോന്നാം, എങ്കിലും സാരമില്ല, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. ഞാൻ ഈ കല്ലറയുടെ ചിത്രത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഈ കല്ലറ എന്നിലേക്കൊരു ചോദ്യം തൊടുത്തുവിടുന്നത് പോലെ എനിക്ക് തോന്നി. ആ ചോദ്യം ഇങ്ങനെയായിരുന്നു: ഒരു കല്ലറയെപ്പറ്റി നിങ്ങൾക്ക് എന്തറിയാം? ഞാൻ പറഞ്ഞു, മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അടക്കം ചെയ്യുന്ന സ്ഥലമാണ് എന്നെനിക്കറിയാം. അപ്പോൾ അടുത്ത ചോദ്യം എന്നോട് ചോദിച്ചത് ഇങ്ങനെയായിരുന്നു: ബൈബിൾ വെളിച്ചത്തിൽ കല്ലറയെപ്പറ്റി എന്തറിയാം? ഞാൻ ഒരു മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് ഇങ്ങനെ ഉത്തരം പറഞ്ഞു: ഞാനൊരു സാധാരണ ക്രിസ്ത്യാനിയാണ്. ബൈബിളിൽ ആഴത്തിലുള്ള ഒരു അറിവ് എനിക്കില്ല. ഞാൻ വെള്ളപൂശിയ കല്ലറയെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്, യേശുവിൻ്റെ ശരീരം അടക്കം ചെയ്ത കല്ലറയെപ്പറ്റി വായിച്ചിട്ടുണ്ട്, പിന്നീട് ആ കല്ലറയിൽ നിന്ന് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനെ പറ്റിയും വായിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ചോദിക്കരുത്, കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു ഞാനൊരു സാധാരണ ക്രിസ്ത്യാനിയാണ് എന്നുള്ളത്. ഇത് കേട്ട ആ കല്ലറ മറുപടിയായിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു: ആട്ടെ,
ബൈബിളിൽ പല ട്രാൻസ്ലേഷൻ ഉണ്ടെന്നറിയാമല്ലോ, അല്ലെങ്കിൽ പല വിവർത്തനങ്ങൾ ഉണ്ടെന്നറിയാമല്ലോ. അങ്ങനെയെങ്കിൽ കല്ലറ എന്ന അർത്ഥം വരുന്ന പദം എത്ര പ്രാവശ്യം ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയാമോ? ഇത് കേട്ട് ഞാൻ ഒന്ന് പരുങ്ങി, ഒരു നിമിഷം ചിന്തിച്ചു. പിന്നെ ചില ന്യൂജൻ പ്രവാചകന്മാർ പറയുന്നത് പോലെ ഒരു തരത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഒരു 25 തവണ കാണുമായിരിക്കാൻ സാധ്യത ഇല്ലാതില്ല. എൻ്റെ മറുപടി കേട്ട കല്ലറ ഇങ്ങനെ പറഞ്ഞു, ഏത് സാധാരണ ക്രിസ്ത്യാനി ആയാലും സത്യക്രിസ്ത്യാനി ആയാലും കള്ളക്രിസ്ത്യാനിയാണെങ്കിലും നിങ്ങൾ നാളെ ഒരു കല്ലറയിലേക്ക് കടന്നു വരേണ്ടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ സ്ഥലത്തെക്കുറിച്ച് ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയെ പോലെ ഗവേഷണം നടത്തി പഠിച്ചില്ലെങ്കിലും അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഉരുളുപൊട്ടിയും മണ്ണൊലിച്ചും കൊണ്ടുപോയില്ലെങ്കിൽ അടുത്ത 100 വർഷമെങ്കിലും നിങ്ങളുടെ ശരീരം കിടക്കേണ്ട സ്ഥലമാണ് ഒരു കല്ലറ എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. കല്ലറ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് തോന്നി, ഈ കല്ലറ പറഞ്ഞ ചില കാര്യങ്ങളിലും ചില സംഗതികൾ ഇല്ലാതില്ല. അങ്ങനെ ഞാൻ അവിടുന്ന് പോയി ഒരു 1.5 മണിക്കൂർ എടുത്ത് ഒരു പഴയ മലയാളം സ്കൂൾ വിദ്യാർത്ഥിയെ പോലെ കുറച്ച് അറിവുകൾ കല്ലറയെപ്പറ്റി സമ്പാദിച്ചു തിരിച്ചു വന്നു. ഞാൻ കല്ലറയോട് പറഞ്ഞു, ഞാൻ കല്ലറയെപ്പറ്റി ചില അറിവുകൾ സമ്പാദിച്ചിട്ടുണ്ട്. ഇത് കേട്ട് കല്ലറ എന്നെ നോക്കി പറയുന്നത് പോലെ എനിക്ക് തോന്നി. ഊവോ, എങ്കിൽ ആ അറിവുകൾ ഒന്ന് പങ്കുവെക്കൂ, കേൾക്കട്ടെ. ഞാൻ പറഞ്ഞു, ഒരു സാധാരണ കല്ലറയ്ക്ക് 6 അടിയോളം നീളവും 3 അടിയോളം വീതിയും 4 അടിയോളം പൊക്കം ഉണ്ടായിരിക്കും. ചില സ്ഥലങ്ങളിൽ ഇത് ആളിനും സ്ഥലത്തിനും അനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസം വരാം. ഇത് കേട്ട കല്ലറ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ സാധാരണ ക്രിസ്ത്യാനിയിൽ നിന്ന് കുറച്ചുകൂടി മെച്ചമായ ചില അറിവുകൾ ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചു. മാത്രമല്ല, എൻ്റെ ചോദ്യത്തിന് ഇതുവരെയും നിങ്ങൾ ഉത്തരം പറഞ്ഞില്ല. ഇത് കേട്ട് ഞാൻ പറഞ്ഞു, ഇല്ലില്ല, ഞാൻ കുറച്ചുകൂടി അറിവുകൾ സമ്പാദിച്ചിട്ടുണ്ട്. എന്നോട് കല്ലറ ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു, ബൈബിളിൽ പല വിവർത്തനങ്ങളിലായി കല്ലറ എന്ന പദം എത്ര പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. അത് ഞാൻ പരിശോധിച്ച്, എൻ്റെ പരിമിതമായ പരിശോധനയാണ്, പരിമിതമായ അറിവാണ്. അങ്ങനെ ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് ഏകദേശം 50 മുതൽ 85 തവണ വരെ ബൈബിളിൽ പല വിവർത്തനങ്ങളായി കല്ലറ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, പഴയ നിയമത്തിൽ കല്ലറയെ സൂചിപ്പിക്കാനായി സംസ്കരിക്കുക, കുഴിച്ചിടുക എന്ന രീതിയിൽ അർത്ഥം വരുന്ന ഖേബർ എന്ന എബ്രായ വാക്കാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ പുതിയ നിയമത്തിൽ ടഫോസ്, മെനേമ എന്നീ ഗ്രീക്ക് വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ടഫോസിൻ്റെ അർത്ഥം കല്ലറ അല്ലെങ്കിൽ സംസ്കാര സ്ഥലം എന്നിങ്ങനെയാണ് എങ്കിൽ മനേമ എന്ന വാക്കിൻ്റെ അർത്ഥം വളരെ വ്യത്യസ്തമാണ്. ഇതിൻ്റെ അർത്ഥം ഓർമ്മപ്പെടുത്തൽ അല്ലെങ്കിൽ സ്മരണ എന്നിങ്ങനെ അർത്ഥം വരുന്നതാണ്. എൻ്റെ ഈ അറിവുകൾ കേട്ട കല്ലറ എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നി, അപ്പോൾ ഒരു സാധാരണ ക്രിസ്ത്യാനി കല്ലറയെക്കുറിച്ചുള്ള ചില അറിവുകൾ പഠിച്ചു തുടങ്ങിയല്ലേ? കൊള്ളാം, നന്നായിരിക്കുന്നു. കല്ലറ തുടർന്നും പറഞ്ഞു, ഓരോ കല്ലറയും ഓരോ ഓർമ്മപ്പെടുത്തലുകളാകണം. ഇങ്ങനെ ചില ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോൾ ഒരു സാധാരണ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഇത്തിരി വെട്ടം നൽകുന്നുള്ളൂ എങ്കിലും ചില മൺചിരാതുകൾ തെളിയിക്കപ്പെടാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഉൾപ്പെടെ ധാരാളം വ്യക്തികൾ കടന്നു വരേണ്ട സ്ഥലമാണ് ഒരു കല്ലറ. ഇതുപോലത്തെ ലക്ഷക്കണക്കിന് കല്ലറകൾ ഇനിയും നിർമ്മിക്കപ്പെടും. ഒരു നാളിൽ നിങ്ങളും ഇതുപോലെ ഒരു കല്ലറയിലേക്ക് സ്വാഗതം ചെയ്യപ്പെടും. അന്ന് കുടുംബക്കാരും കൂട്ടുകാരും കൂടെ നിന്നവരും കൂട്ടുവന്നവരും കൂടെ കരഞ്ഞവരും ഒരു 4 അടി താഴ്ചയുള്ള കുഴിയുടെ അരികുവരെ ഉണ്ടാവുകയുള്ളൂ. ചേതനയറ്റ നിങ്ങളുടെ ശരീരം മാത്രം ഇതിലേക്ക് ഇറക്കപ്പെടും. ഈ ഓർമ്മപ്പെടുത്തലുകൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. മാത്രമല്ല, പല പ്രവാചകന്മാരുടെ നീ ജീവിച്ചിരുന്നപ്പോൾ നിന്റെ ജഡത്തെ നോക്കി പ്രവചിച്ച പ്രവചനങ്ങളെല്ലാം, നീ കാശ് കൊടുത്ത് കേട്ട സമ്പന്നതയുടെ ദൂതുകളെല്ലാം നിനക്കും നിന്റെ മക്കൾക്കും ഗൾഫിലും അമേരിക്കയിലും UK-യിലും പോകാനായി പാസ്പോർട്ട് എടുത്ത് കള്ളപ്രവാചകന്മാരുടെ പുറകെ ഓടിയതും ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചതും ഈ ഭൂമിയിൽ മനോഹരമായ മാളികളും ആർഭാട ജീവിതങ്ങളും ഉണ്ടാകാനായി മക്കൾ അവകാശികൾ എന്ന ബോധമില്ലാതെ പല പാസ്റ്റർമാർക്കും പാതിരിമാർക്കും വേണ്ടി അടിമകളായി ജീവിച്ചതുമെല്ലാം ഈ കല്ലറയോടുകൂടി വ്യർത്ഥമായി തീരുകയാണ്. ജഡത്തിൻ്റെ പ്രവചനങ്ങൾ, ജഡത്തിനോടുള്ള ദൂതുകൾ ജഡത്തോടുകൂടി അവസാനിക്കുന്നു. ഇങ്ങനെയാണ് ജഡികന്മാരുടെ അവസാനം.
എല്ലാ കല്ലറകളും ഇതുപോലെയുള്ള ഓർമ്മപ്പെടുത്തലുകൾ നൽകുന്നുണ്ട്. പക്ഷേ ആരും അത് കേൾക്കുന്നില്ല. സ്വർഗീയവാസത്തിന് അവസരമൊരുക്കുന്ന ഭൗമിക ജീവിതം എത്ര പേർ ആത്മാവിന് വേണ്ടി ജീവിച്ചു തീർക്കുന്നു? ഈ ഭൂമിയിലെ നിങ്ങളുടെ പ്രൗഢിയും പ്രശസ്തിയും പെരുമയും ഈ കല്ലറയുടെ അപ്പുറത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നില്ല. ഒരു സ്വർഗീയ വാസത്തിന് ചിലപ്പോൾ അവസരം ഒരുങ്ങുന്നത് നിങ്ങൾ പട്ടി നക്കി എന്ന് പറഞ്ഞ് പുച്ഛിച്ചു തള്ളുന്ന ചില ലാസർമാർക്കാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഇന്നത്തെ എത്ര പ്രവാചകന്മാർ നിങ്ങൾക്ക് പാപബോധം ഉണ്ടാക്കുന്ന പ്രവചനങ്ങൾ നടത്തുന്നു? ഭൂമിയിലെ മണിമാളികകൾക്ക് പകരം സ്വർഗീയ ഭവനത്തിൻ്റെ അവകാശികളാക്കി തീർക്കുന്ന പ്രവചനങ്ങൾ നടത്തുന്നു. ചിന്തിക്കുക, ചിന്തിച്ചു നോക്കുക. അജ്ഞതയുടെ, അന്ധകാരത്തിൻ്റെ, അപമാനത്തിൻ്റെ, ഭയത്തിൻ്റെ, വീർപ്പുമുട്ടലിൻ്റെ ചില കവാടക്കല്ലുകൾ നിങ്ങളുടെ ഹൃദയമാകുന്ന കല്ലറകളിൽ നിന്ന് ഉരുട്ടി മാറ്റിയെങ്കിൽ മാത്രമേ പ്രത്യാശയും സന്തോഷവും സമാധാനവും നൽകുന്ന വെളിച്ചം കയറുന്ന ഒരു തുറന്ന കല്ലറ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറും വെള്ളപൂശിയ കല്ലറകളായി തീരേണ്ടി വരും. അതുകൊണ്ട് അവസാനമായി കല്ലറ എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നി, ഓരോ കല്ലറകളും ഓരോ ഓർമ്മപ്പെടുത്തലുകളായിരിക്കണം. ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞു നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹിന്ദുമതത്തിൽ വളരെ പഴക്കം ചെന്നതും പ്രാധാന്യം അർഹിക്കുന്നതുമായ ഉപനിഷത്തിൽ ഒന്നാണ് ബൃഹദാരണ്യകോപനിഷത്ത്. ശുക്ല യജുർവേദത്തിൻ്റെ ഭാഗമായി ശതപഥ ബ്രാഹ്മണത്തിലാണ് ഈ ഉപനിഷത്ത് ഉൾക്കൊള്ളുന്നത്. ഇത് ക്രിസ്തുവിന് ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടതാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു മന്ത്രമുണ്ട്. ഈ മന്ത്രം ജാതിമത ഭേദമന്യേ പലർക്കും അറിയാവുന്നതാണ്, കേട്ടിട്ടുള്ളതാണ്. ആ മന്ത്രം ഇങ്ങനെയാണ്: അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതം ഗമയ. ഇവിടെ ഒന്നാമതായി പറഞ്ഞിരിക്കുന്നത് അസതോമ സദ്ഗമയ, അസതിൽ നിന്ന് സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ. അസത് എന്നാൽ അസത്യം, അവസ്ഥാപിതമായതും നശ്വരമായതും. സത് എന്നാൽ സത്യം അല്ലെങ്കിൽ നിത്യമായത്, സത്യസ്വരൂപമായതും. സത്യത്തെ തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുത്തേക്ക് വരികയില്ല. ഇവിടെ സത്യം ദൈവമാകുന്നു. അപ്പോൾ ആരാണ് അസത്യം പറയുന്ന ആ കള്ളൻ? അതറിയണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 44-ാമത്തെ വാക്യം വായിക്കണം. നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കുലപാതകനായിരുന്നു. അവനിൽ സത്യമില്ലായ്ക കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്കു പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്കു പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു. ഇന്ന് ആത്മാവിനോട് പറയുന്ന സത്യത്തിനെക്കാട്ടിലും ആൾക്കാർക്ക് കേൾക്കാൻ ഇഷ്ടം ജഡത്തിനോട് പറയുന്ന കള്ളങ്ങളാണ്. അതുകൊണ്ട് ഈ ഭോഷ്കു പറയുന്ന അപ്പൻ്റെ മക്കൾ പാൻറ്, കോട്ട് എന്നിവയൊക്കെ ഇട്ട് ഇല്ലാത്ത കള്ളങ്ങൾ പറഞ്ഞ് കോടികൾ കിട്ടും, മാളിക കിട്ടും, ഏക്കർ കണക്കിന് ഭൂമികൾ കിട്ടും, വിദേശത്ത് ജോലികൾ കിട്ടും എന്ന് പറഞ്ഞ് ധാരാളം ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അസത്യങ്ങൾ കേൾക്കാൻ കാശ് മുടക്കി നടക്കുന്ന അടിമകളുടെ എണ്ണത്തിൽ കുറവുകൾ ഇല്ലാത്തിടത്തോളം കാലം അസത്യത്തിൻ്റെ അപ്പന്മാരും മക്കളും ഇങ്ങനെ ഉണ്ടായിരിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. രണ്ടാമതായി പറയുന്നു തമസോമ ജ്യോതിർഗമയ, അന്ധകാരത്തിൽ നിന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ. അതായത് അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്ന് അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് എന്നെ നയിക്കണമേ. അപ്പോൾ വെളിച്ചം ആരാണ്? ഇതാണ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. ആത്മീയ അജ്ഞതയിൽ പെട്ടുപോയ അടിമകൾക്ക് ഇനിയും വെളിച്ചത്തിലേക്ക് നടക്കാൻ എത്ര ദൂരം ബാക്കി? ആത്മീയ വെളിച്ചത്തിൻ്റെ അഭാവം ഇന്ദ്രിയാസക്തിക്കും മോഹത്തിനും അഹങ്കാരത്തിനും കാരണമായി തീരുന്നു. അതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും പ്രാർത്ഥിക്കാവുന്ന ഒരു കാര്യമാണ്, മോഹത്തിൽ നിന്ന് ഞങ്ങളെ ബോധത്തിലേക്ക് നടത്തണം എന്ന്. ഭഗവത്ഗീതയിൽ 2-ാം അധ്യായത്തിലെ 62-63 ശ്ലോകങ്ങളിൽ പറയുന്നതും ഇത് തന്നെയാണ്. മോഹം വലിയ പാപത്തിലേക്ക് നയിക്കുന്നു. യാക്കോബ് 1-ാം അധ്യായം അതിൻ്റെ 14-15 ഇത് തന്നെ പറയുന്നു. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു.
മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. ഈ ലോകത്തിലെ ആർഭാട ജീവിതം നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞ് നിങ്ങളോട് പ്രവചിച്ചും നിങ്ങളെ മോഹിപ്പിച്ചും നടത്തുന്ന കള്ളപ്രവാചകന്മാർ നിങ്ങളെ യഥാർത്ഥത്തിൽ പാപത്തിലേക്കാണ് നടത്തുന്നത്. അടുത്ത വരി ഇങ്ങനെയാണ്: മൃത്യോമ അമൃതം ഖമയ. അതായത് മൃത്യുവിൽ നിന്ന് എന്നെ അമൃതത്തിലേക്ക് നയിക്കണമേ. അമൃതം എന്ന് പറയുന്നത് ആത്മാനന്ദം, മോക്ഷം, മരണമില്ലാത്ത പരമാവസ്ഥയാണ് അമൃതം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തിൽ നിന്ന് തന്നെ നിത്യജീവനിലേക്ക് നടത്തണമേ എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ബൈബിൾ പറയുന്ന യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാമത്തെ വാക്യം. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. അതുകൊണ്ട് ജഡത്തിൻ്റെ പ്രവചനങ്ങൾ കേട്ട് സന്തോഷിച്ച് മതിമറന്ന് നാളെ ഒരു കല്ലറയിൽ ഒടുങ്ങി ജീവിതം തീർക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സാധാരണ ക്രിസ്ത്യാനികളോട് പറഞ്ഞുകൊള്ളട്ടെ. പൗലോസ് റോമാലേഖനം 6-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: പാപത്തിന് പ്രതിഫലം മരണമാകുന്നു, ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള നിത്യജീവനാണ്. അതുകൊണ്ട് ജഡീകന്മാരായ ഈ പ്രവാചകന്മാരുടെ പുറകെയുള്ള ഓട്ടം നിർത്തി നിങ്ങൾ നിത്യജീവനെ പറ്റി ചിന്തിക്കണം. അവസാനമായി മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഈ ലോകം മുഴുവൻ നേടിയാൽ ആത്മാവിനെ നഷ്ടപ്പെടുകയാണെങ്കിൽ മനുഷ്യന് എന്ത് ലാഭം? നിങ്ങൾ ചിന്തിക്കുക. ഓരോ കല്ലറകൾ ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.